ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മളിപ്പോൾ നമ്മുടെ ലോകം മുഴുവനും ചെറിയൊരു പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ആരോഗ്യത്തിൻ്റെ കാര്യമായാലും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമായാലും മൊത്തത്തിലൊരു പ്രതിസന്ധിയിലാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ നമ്മൾ എന്തായാലും അതിനെതിരെ പോരാടുക തന്നെ ചെയ്യണം. ഇപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ സ്കൂളുകളൊന്നും തുറക്കാത്ത സാഹചര്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് ഓൺലൈൻ ക്ലാസ്സുകളാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ചപ്പോൾ വിചാരിച്ചു, 10ാം ക്ലാസ്സിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഒരു വർഷം അവരുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ദിവസവും അതിൻ്റേതായ പാഠഭാഗങ്ങൾ പഠിച്ച് തീരുക തന്നെ വേണം. അതിൻ്റെ ഭാഗമായി 10ാം ക്ലാസ് വരെ ഒരു ഹെൽപ്പ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് നെർവസ് സിസ്റ്റത്തിലുള്ള ബ്രെയിനിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നമുക്കറിയാം ഒരുപാട് സിസ്റ്റമുകളുണ്ട്. ഇപ്പോൾ സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട്, റെസ്പിറേറ്ററി സിസ്റ്റം ഉണ്ട്, ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്, നെർവസ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ എന്താണ് നെർവസ് സിസ്റ്റം? ഈ നെർവസ് സിസ്റ്റത്തിലുള്ള ഒരു പാർട്ടായിട്ടുള്ള ബ്രെയിനിനെ കുറിച്ചാണ് ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് നമ്മൾ ഇന്നിവിടെ ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. ഞാൻ പറഞ്ഞു ബ്രെയിനിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ബ്രെയിൻ പറയുന്നതിന് മുൻപ് തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ഒരു നെർവസ് സിസ്റ്റം, നെർവസ് സിസ്റ്റത്തിന്റെ ഡെഫിനിഷൻ എന്ന് തരാനാണ് ഉദ്ദേശിക്കുന്നത്. നെർവസ് സിസ്റ്റം ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് സിസ്റ്റം. നമ്മൾ എന്താണെങ്കിലും ഒരു സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൽ ഒരു ഓർഗൻ മാത്രമായിരിക്കില്ല പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതിൽ ഒന്നിൽ കൂടുതൽ ഓർഗൻസിന്റെ ഒരു ഒരു കൂട്ടായ പ്രവർത്തനം മൂലമാണ് ആ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. സോ ദാറ്റ് നെർവസ് സിസ്റ്റം ഇസ് എ കോമ്പിനേഷൻ ഓഫ് സിസ്റ്റം ദാറ്റ് ഇൻക്ലൂഡ്സ് ഏതൊക്കെ വരാം? ബ്രെയിൻ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ബ്രെയിൻ, സ്പൈനൽ കോഡ്, നെർവ്സ്, സെൻസറി ഓർഗൻസ്, ഇത്രയും അടങ്ങുന്നതാണ് ഇതിലെ മെയിൻ ആയിട്ട് വരുന്ന കമ്പോണൻസ്. അവരെന്തിനു സഹായിക്കുന്നു? They receive, interpret and respond to stimuli from inside and outside the body. നമ്മൾ അതിനൊന്ന് സിമ്പിളാക്കി പറയുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിന്റെയും സ്പൈനൽ കോഡിന്റെയും നെർവിന്റെ എല്ലാം സഹായത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ സ്റ്റിമുലസുകളെയും, സ്റ്റിമുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും ഒരു ഉദ്ദീപനമാവാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരാളെ കാണുന്നു. അപ്പോൾ കാഴ്ച എന്ന് പറയുന്നതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സ്റ്റിമുലസ് ആണ് നമുക്ക് കിട്ടുന്നത്. ആ സ്റ്റിമുലസിലൂടെ എന്ത് സംഭവിക്കും? നമ്മൾ ആരെ കണ്ടു, ആളുടെ പേരെന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ സഹായിക്കും നമ്മുടെ നെർവസ് സിസ്റ്റം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അതെന്ത് ചെയ്യുന്നു? റിസീവ് ചെയ്യുന്നു. ഞാൻ എൻ്റെ അപ്പച്ചനെ കണ്ടെങ്കിൽ, എൻ്റെ ഫാദറിനെ കണ്ടെങ്കിൽ ഞാൻ ഫാദറിനെ കാണുന്നു, അതാണ് റിസീവ് ചെയ്യുന്നു. അത് ഇന്റർപ്രറ്റ് ചെയ്യുന്നു, അത് ആരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നു. അതിന്റെ പിതാവാണ്, അതിന്റെ ഫാദർ ആണെന്ന് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നു. ബേസ്ഡ് ഓൺ ദ സ്റ്റിമുലസ് ഫ്രം ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ ബോഡി. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ഔട്ട്സൈഡിൽ നിന്ന് കണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലും ഒരുപാട് ഉദ്ദീപനങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ നമുക്കൊരു വിശപ്പ് തോന്നുക, അതൊരു ഉദ്ദീപനമാണ്. അല്ലെങ്കിൽ നമുക്ക് ദാഹിക്കുക, അതൊക്കെ നമുക്ക് തോന്നിക്കുന്നതിനൊക്കെ പിന്നിൽ എന്താണ്? ഈ സ്റ്റിമുലസ് ആണ്. ഈ സ്റ്റിമുലസ് എന്താണെന്ന് മനസ്സിലാക്കി അതിനെ റെസ്പോണ്ട് ചെയ്യുക, അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ നെർവസ് സിസ്റ്റം. ഓക്കെ, അപ്പൊ ഇതാണ് നെർവസ് സിസ്റ്റത്തിന്റെ ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഇത് നോട്ട് ചെയ്യുക, ഇത് പഠിക്കുക. കാരണം നെർവസ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാനുണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു ഡെഫിനേഷൻ ആണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾ കുറച്ചും കൂടി ഉള്ളിലേക്ക് ഇതിന്റെ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. ഇതിൽ പ്രധാനമായും നമ്മൾ നെർവസ് സിസ്റ്റത്തെ 2 ഭാഗങ്ങളായാണ് തിരിക്കുക. Nervous system divided into 2 such as central nervous system and peripheral nervous system. ഞാൻ അതിന്റെ ഷോർട്ട് ഫോം ആക്കിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നും പെരിഫറൽ നെർവസ് സിസ്റ്റം എന്നും നമുക്ക് 2 ഭാഗങ്ങളാക്കി തിരിക്കാം. ഈ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ വരുന്ന 2 പാർട്സ് ആണ്. ഫസ്റ്റ് ഈസ് കോൾഡ് ബ്രെയിൻ, second is called spinal cord. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നു സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ബ്രെയിനും ഉണ്ട്, സ്പൈനൽ കോഡ് ഉണ്ട്. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനെ നമ്മൾ 2ആക്കി തിരിക്കുന്നു. അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നെർവുകൾ, ദാറ്റ് ഈസ് കോൾഡ് ഫസ്റ്റ് വൺ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട നെർവുകളാണ് ക്രാനിയൽ നെർവ്. ക്രാനിയൽ നെർവ്. സ്പൈനൽ കോഡുമായി ബന്ധപ്പെട്ട നെർവാണ് സ്പൈനൽ നെർവ്. ഇത് 12 pairs ആണുള്ളത്. ദിസ് ഈസ് 31 പെയർ ആണ് ഇതിനുള്ളത്. അപ്പൊ ഒന്നുകൂടി ഞാൻ പറയാം, ഈ ബ്രെയിൻ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നെർവസ് സിസ്റ്റത്തിന്റെ ഏറ്റവും ബേസിക്, അതായത് ഏറ്റവും സെൻട്രൽ പ്രോസസ്സിംഗ്. നമ്മളിപ്പോ നമ്മൾ എന്ത് കാര്യം എടുക്കുകയാണെങ്കിൽ ഏറ്റവും മേജർ ആയിട്ട് വരുന്ന 2 ഭാഗങ്ങളാണ് ബ്രെയിനും സ്പൈനൽ കോഡും. അതിന്റെ ബ്രെയിനെ കുറിച്ച് നമ്മൾ പഠിക്കാം. സ്പൈനൽ കോഡിന് വേറൊരു ലെസണിലാണ് നമ്മൾ തുടങ്ങാം.
അപ്പോൾ ഇതിനെ സഹായിക്കുന്ന ഈ നെർവസ് സിസ്റ്റത്തിലേക്ക് കാര്യങ്ങളെ എത്താൻ സഹായിക്കുന്ന നെർവുകളെയാണ് പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറയാം. തലച്ചോറുമായി ബന്ധപ്പെട്ടുള്ള നെർവുകളാണ് ക്രാനിയൽ നെർവ്സ്. സ്പൈനൽ കോഡുമായി ബന്ധപ്പെട്ടുള്ളതാണ് സ്പൈനൽ നെർവ്സ്. അത് ക്രാനിയൽ നെർവ്സ് 12 പെയേഴ്സും സ്പൈനൽ നെർവ്സ് 31 പെയേഴ്സും ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് മേജർ ആയിട്ടുള്ള നെർവസ് സിസ്റ്റത്തിന്റെ ഡിവിഷൻസ്. ഇനി ഇതിൽ തന്നെയുള്ള ബ്രെയിനിനെ കുറിച്ചാണ് ഇന്ന് ഡീറ്റെയിൽഡ് ലെസണിലേക്ക് നമ്മൾ പോകുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബ്രെയിനിന്റെ ഒരുപാട് ഇമേജസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ അതിൽ അതിന്റെ ഒരു സെൻട്രൽ പാർട്ട് മുറിച്ചിട്ടുള്ള രീതിയിലുള്ള ഒരു ഡയഗ്രമാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ഇതൊരു ഹോൾ 3D ഇമേജ് ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ബ്രെയിൻ നമ്മൾ പറയുന്നതിന് മുൻപ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബ്രെയിൻ ഈസ് ഹൈലി പ്രൊട്ടക്റ്റഡ് ആണ്. കാരണം ഒരു ചെറിയൊരു നമ്മളൊരു ആക്സിഡന്റ് വന്നു, നമ്മളൊന്ന് തല ഇടിച്ചു വീണാലും പെട്ടെന്നൊന്നും നമ്മുടെ തലച്ചോറിനെ എഫക്റ്റ് ആവാതിരിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ബ്രെയിൻ ഈസ് ഹൈലി പ്രൊട്ടക്റ്റഡ്. ഈ പ്രൊട്ടക്ഷൻ സഹായിക്കുന്ന ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ഘടകമാണ് സ്കൾ. നമ്മൾ പറയും തലയോട്ടിയുടെ ഉള്ളിലാണ് നമ്മുടെ തലച്ചോറ് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്തിരിക്കുന്നത്, നല്ല ഹൈലി പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നത്. ഈ സ്കളിന്റെ താഴത്ത് മറ്റൊരു ലെയർ ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് മെനിഞ്ചസ്. ഈ മെനിഞ്ചസും സ്കളും കൂടിയിട്ടാണ് പ്രധാനമായും നമ്മുടെ ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നത്. അപ്പോൾ നമ്മുടെ തലച്ചോറിന്റെ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് എന്ത്, സ്കള്. ഈ സ്കളിന്റെ തൊട്ട് താഴെ, അതാണ് നമ്മുടെ തലയുടെ നമ്മുടെ പുറംഭാഗത്ത് മുടിക്ക് താഴെ കാണപ്പെടുന്നതാണ് നമ്മുടെ സ്കള്. അതിന് തൊട്ട് താഴെയായി 3 ലെയർ ഓഫ് മെനിഞ്ചസും കൂടി കാണപ്പെടുന്നുണ്ട്. 3 ലെയർ ഓഫ് മെനിഞ്ചസും കൂടി കാണപ്പെടുന്നുണ്ട്. ഇത് രണ്ടും എന്താണ്, മെയിൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ആണ്, മെയിൻ നമ്മുടെ ബ്രെയിനിന്റെ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഭാഗമാണ്. ഈ മെനിഞ്ചസിൽ തന്നെ മെനിഞ്ചസിന്റെ ഉള്ളില് ഒരു ഫ്ലൂയിഡ് കാണപ്പെടുന്നുണ്ട്, ദാറ്റ് ഈസ് കോൾഡ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ഞാൻ പറയാം, ഇതൊരു 3 ലെയർഡ് ആയിട്ടുള്ള മെനിഞ്ചസ് ആണ്. ഈ 3 ലെയർ ഇപ്പൊ നമ്മൾ ഇങ്ങനെ വിചാരിക്കുന്നത് ഒരു 3 ലെയർ, 1 2 3 ലെയർ. ഈ 3 ലെയറുകളുടെ ഇൻ ബിറ്റ്വീൻ 3 ലെയേഴ്സ് ഒരു സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് കാണപ്പെടുന്നുണ്ട്. ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഒരു ക്ലിയർ കളർലെസ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ആണ്. അത് നമ്മുടെ ബ്ലഡിൽ നിന്ന് തന്നെ ഫോം ചെയ്ത് തിരിച്ച് ബ്ലഡിലേക്ക് തന്നെ പോവുകയാണ്. അപ്പൊ ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിന്റെ ധർമ്മം എന്താണെന്ന് ചിന്തിച്ചാൽ അത് മെയിൻ ആയിട്ട് ഒന്ന് ഗീവ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻസ്. നമ്മുടെ ബ്രെയിനിലുള്ള ടിഷ്യൂസിന് അവർക്ക് വേണ്ട ന്യൂട്രിയൻസും ഓക്സിജനും പ്രൊവൈഡ് ചെയ്യാം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ ഉള്ളിലുള്ള പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാം. മൂന്നാമത്തെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധർമ്മം, അതൊരു ഒരു പ്രൊട്ടക്ഷൻ ആണ്. ഇപ്പൊ നമുക്കറിയാം, ഒരു ഷോക്ക് അബ്സോർബർ എന്നാണ് അതിന് നമ്മൾ പറയാൻ ആഗ്രഹിക്കും. കാരണം ഒരു ഹൈലായിട്ടുള്ള ഒരു ഇടി വന്നു, നമ്മൾ ബൈക്കിൽ നിന്ന് വീണു, നമ്മുടെ തല പോയി ഇടിക്കാൻ, നമ്മുടെ മണ്ണിൽ പോയി ഇടിക്കാനായിട്ടൊരു കാരണമായാൽ ഈ ഫ്ലൂയിഡ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് നമ്മുടെ തലച്ചോറിൽ ഉള്ളത് കൊണ്ട് നമ്മുടെ ബ്രെയിനിന്റെ ഉള്ളിലുള്ള പാർട്സുകളെ ഡാമേജ് ചെയ്യുന്നതിന്റെ അളവിൽ കുറവ് വരും. ഓക്കെ, ഈ ബ്രെയിനിന്റെ ഡാമേജ് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിന്റെ ഒരു പ്രധാനപ്പെട്ട ധർമ്മം. അതിനോടൊപ്പം തന്നെ ഓക്സിജൻസും ന്യൂട്രിയൻസും ബ്രെയിൻ ടിഷ്യൂസിന് കൊടുക്കുക, പ്രഷർ ഇൻസൈഡ് ദ ബ്രെയിൻ നമ്മൾ എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിന്റെ പ്രധാന ധർമ്മമാണ്. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദേ ആർ ഫോംഡ് ഫ്രം ബ്ലഡ് ആൻഡ് ദേ സെൻഡ് ബാക്ക് ഇൻ ടു ദ ബ്ലഡ്. ഫോം ചെയ്യുകയും ചെയ്യുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ അത് തിരിച്ച് ബ്ലഡിലേക്ക് തന്നെ കടക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ബ്രെയിനിന്റെ ഒരു 5 ഡിഫറെന്റ് പാർട്സിനെ കുറിച്ച് നമ്മൾ ഉള്ളിലേക്ക് വരികയാണ്. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു ബ്രെയിനെ പ്രൊട്ടക്ട് ചെയ്തൊരു സ്കളുണ്ട്, അതിന് തൊട്ട് താഴെ 3 ലെയർ ഓഫ് മെനിഞ്ചസ് ഉണ്ട്. ഈ മെനിഞ്ചസിന്റെ ഉള്ളിലായിട്ട് ഈ മെമ്പറിന്റെ ഇടയിലായിട്ട് എന്തുണ്ട്, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ട്. ഇനി നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് വരികയാണ്. ബ്രെയിനിന് പ്രധാനമായും 5 പാർട്സിനെ കുറിച്ചാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട 5 ഡിഫറെന്റ് പാർട്സിനെ കുറിച്ചാണ് ഞാൻ ആദ്യം എഴുതുന്നത്. ഫസ്റ്റ് ഈസ് കോൾഡ് സെറിബ്രം. Second part is called cerebellum. Third part is called thalamus. Fourth part is called hypothalamus. Last part is called medulla oblongata. ഈ 4 ഡിഫറെന്റ് പാർട്സിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ച് പഠിക്കാനുണ്ട്. അപ്പൊ ആദ്യം തന്നെ ഡയഗ്രത്തിൽ ഇതിന്റെ പൊസിഷൻസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് പാർട്ട് ഈസ് കോൾഡ് സെറിബ്രം. സെറിബ്രം ഈസ് ലൊക്കേറ്റഡ് ഹിയർ. സെറിബ്രം
This part is called cerebellum. This part is thalamus. This one is hypothalamus. This part is called medulla oblongata. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പൊസിഷനുകൾ. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെറിബ്രം. സെറിബ്രം എന്ന് പറഞ്ഞാൽ തലച്ചോറിന്റെ ഏറ്റവും ടോപ്പ് ഭാഗത്തായിട്ട് കാണപ്പെടുന്ന അല്ലെങ്കിൽ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ബ്രെയിൻ. തലച്ചോറിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് ഈ സെറിബ്രം എന്ന് പറയുന്നത്. ഈ സെറിബ്രത്തിന്റെ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ ഇങ്ങനെ കുറെ വരകൾ വരച്ചിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, ഒരുപാട് അതിൽ ഫിഷേഴ്സ് ആൻഡ് ഫോൾസ്, ഒരുപാട് ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്നുണ്ട്. എന്തിനായിരിക്കും ഈ ചുളിവുകളും മടക്കുകളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ ന്യൂറോണുകൾ എത്രത്തോളം ചുളിവുകളും മടക്കുകളും കൂടുതലുണ്ടോ അത്രത്തോളം ഈ സെറിബ്രത്തിന്റെ ഉള്ളിൽ നമുക്ക് അക്യുമുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ സർഫസ് ഏരിയ കൂട്ടുക എന്നുള്ളതാണ് ഈ നമ്മുടെ ഫിഷേഴ്സിന്റെ ഈ ഇടയിലുള്ള ഇങ്ങനെ ചുളിവുകളുടെ പ്രധാനപ്പെട്ട ധർമ്മം. അപ്പൊ ന്യൂറോണുകൾ എത്രമാത്രം നമ്മുടെ തലച്ചോറിൽ അക്യുമുലേറ്റ് ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ ഇന്റലിജൻസ് കൂടാനായിട്ട് കാരണമാകും. അപ്പൊ സെറിബ്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ഫസ്റ്റ് പോയിന്റ് മനസ്സിലാക്കേണ്ടത്, ഇറ്റ് ഈസ് എ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ബ്രെയിൻ. തലച്ചോറിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. അതിൽ ഒരുപാട് ഫിഷേഴ്സ് ആൻഡ് ഫോൾസ്, ഒരുപാട് ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്നുണ്ട്. എന്തിനാണ് ഈ ചുളിവുകളും മടക്കുകളും? പ്രധാനമായും അവയുടെ തലച്ചോറിന്റെ സർഫസ് ഏരിയ വർദ്ധിപ്പിക്കാനാണ്. സർഫസ് ഏരിയ കൂട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് ലീഡ്സ് ടു എന്തിലേക്ക് ലീഡ് ചെയ്യും? നമ്മുടെ ഗുഡ് മെമ്മറി, ഗുഡ് ഇന്റലിജൻസിലേക്ക് അത് ലീഡ് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ സെറിബ്രത്തിന്റെ ഫംഗ്ഷനുകൾ നമ്മളൊന്ന് ബാക്കിയുള്ളതൊക്കെ മാറ്റിയാണ്. സെറിബ്രത്തിന്റെ ഫംഗ്ഷനുകൾ ഒന്ന് നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. സെറിബ്രം, ഇനി അതിന്റെ ഫംഗ്ഷൻ മാത്രം ഞാൻ നോട്ട് ചെയ്യുന്നു. ഫംഗ്ഷൻ എന്ന് പറയുന്നത് മെമ്മറി, ഇന്റലിജൻസ് ആൻഡ് മെമ്മറി, ഇമാജിനേഷൻ, മെമ്മറി, ഇന്റലിജൻസ്, ഇമാജിനേഷൻ, ഇതെല്ലാം സെറിബ്രത്തിന്റെ ധർമ്മമാണ്. ഓക്കെ, ഇത്രയാണ് അതിൽ മേജറായിട്ട് പഠിക്കാറുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് കോൾഡ് സെറിബെല്ലം. സെറിബെല്ലത്തിന്റെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞു. ഇത് എവിടെയാണ് കാണപ്പെടുന്നത്? സെറിബ്രത്തിന് ബിലോ ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ സെറിബ്രത്തിന് പുറകിൽ ബിഹൈൻഡ് ആയിട്ടാണ് ആര് കാണപ്പെടുന്നത്? നമ്മുടെ സെറിബെല്ലം കാണപ്പെടുന്നത്. സെറിബെല്ലത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത് പ്രധാനമായും നമ്മുടെ ശരീരത്തിന്റെ ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാം. ഇപ്പോൾ ഒരു സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് സൈക്കിൾ ചവിട്ടാൻ പറ്റുന്നത്, അല്ലെങ്കിൽ വെറുതെ നമുക്ക് ഭൂമിയിലൂടെ നടക്കാൻ പറ്റുന്നത്, ഓടാൻ പറ്റുന്നത്, നമ്മുടെ ശരീരം ഒരു സന്തുലിതമായ അവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ടാണ്, ഇക്വിലിബ്രിയം ഉള്ളത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നത്? നടക്കാനും ഓടാനും ബാക്കിയുള്ള ജിംനാസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഈ സെറിബെല്ലത്തിന്റെ പ്രവർത്തനം കൊണ്ടാണ്. സെറിബെല്ലം എന്ന് പറയുന്നത് പ്രധാനമായും സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് അവർ ബ്രെയിൻ ആണ്. ഇതിലും ഒരുപാട് എന്തുണ്ട്? ചുളിവുകളും ഫിഷേഴ്സ് ആൻഡ് ഗ്രൂവ്സ് ഇതിലും ഒരുപാട് കാണപ്പെടുന്നുണ്ട്. മേജർ ആയിട്ടുള്ള ധർമ്മം എന്ന് പറയുന്നത് മെയിൻറ്റെയിനിങ് ഇക്വിലിബ്രിയം ഓഫ് അവർ ബോഡി, നമ്മുടെ ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്താം. ഇതിനാണ് സെറിബെല്ലം സഹായിക്കുന്നത്. അതിന്റെ ഫംഗ്ഷൻ മെയിൻറ്റെയിൻ ഇക്വിലിബ്രിയം ഓഫ് അവർ ബോഡി. ഇതിന് സഹായിക്കുന്ന ഭാഗമാണ് സെറിബെല്ലം. ദിസ് ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ബ്രെയിൻ ഓൾസോ. നെക്സ്റ്റ് പാർട്ട് ഈസ് കോൾഡ്, നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള തലാമസ്. തലാമസിന്റെ ധർമ്മം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, തലാമസ് അതൊരു റിലേ സ്റ്റേഷൻ പോലെയാണ്. റിലേ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ പറയാണ്, ഇപ്പൊ നമ്മളൊരു വലിയൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി. അപ്പോൾ നമ്മളൊരു യൂണിവേഴ്സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരുപാട് വഴികളുണ്ടാവും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഏതാണ് നമ്മൾ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഏത് ഡയറക്ഷനിലേക്കാണ് പോകേണ്ടതെന്ന് അറിയണമെങ്കിൽ നമ്മൾ അവിടെ ആരോട് ചോദിക്കും? ഗേറ്റ് കീപ്പറിനോട് ചോദിക്കും, എനിക്ക് ഇന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകണമെങ്കിൽ ഇതിലൂടെ പോകണത്. അപ്പോൾ അവർ കൃത്യമായിട്ടുള്ളൊരു നിർദ്ദേശം തരും. നമ്മൾ പറയുന്നു, നമ്മുടെ ഏത് സെൻസ് ഓർഗൻസ് ആണെങ്കിലും, ഇപ്പം നമ്മൾ ഐ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഹിയറിംഗ് ആണെങ്കിലും, ഇതെല്ലാം കാണുന്ന കാര്യങ്ങൾ ബ്രെയിനിലേക്ക് കൊണ്ടുപോകുന്ന ഒരു റിലേ സ്റ്റേഷൻ ഈ പെർട്ടിക്കുലർ ആയിട്ടുള്ള തലാമസിൽ വന്ന് നിൽക്കും. തലാമസ് ആണ് അത് ബ്രെയിനിന്റെ ഏത് ഭാഗത്തേക്കാണ്, സെറിബ്രത്തിന്റെ ഏത് ഭാഗത്തേക്കാണ് കൊണ്ടുപോകേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. കാരണം നമ്മൾ കാണുന്ന കാര്യങ്ങൾ അത് മനസ്സിലാക്കുന്നത് ബ്രെയിനിന്റെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള പോയിന്റിലായിരിക്കാം.
നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം അതെന്താന്ന് തിരിച്ചറിഞ്ഞ് അത് ഡീകോഡ് ചെയ്തിട്ട് അതെന്താന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് ബ്രെയിനിന്റെ മറ്റൊരു പാർട്ടാണ്. അപ്പോൾ ഈ നമ്മുടെ സെൻസറി ഓർഗൻസിൽ നിന്ന് വരുന്ന സിഗ്നലുകളെ മൊത്തം ഈ ആര് പിടിച്ചെടുക്കും? നമ്മുടെ തലാമസ് പിടിച്ചെടുത്തിട്ട് അവിടെ നിന്നാണ് അത് ഏത് ഡയറക്ഷനിലേക്കാണ് പോകേണ്ടതെന്ന് തീരുമാനിക്കാം. സപ്പോസ് നമ്മളൊരു കാര്യം കണ്ടൊരു കാര്യം നമ്മുടെ തലാമസിൽ എത്തിയാൽ തലാമസ് അത് മനസ്സിലാവും, ദിസ് ഈസ് കമ്മിങ് ഫ്രം ഐ, അല്ലെങ്കിൽ ഒപ്റ്റിക് നെർവിലൂടെ വന്നൊരു കാര്യമാണ്. ഇത് ബ്രെയിനിന്റെ ഏത് ഭാഗത്തേക്ക് പോയാലാണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാന്ന് ഈ തലാമസ് ആണ് തീരുമാനിക്കുക. ഇനിയിപ്പോ നമ്മളൊരു കാര്യം കേട്ടൊരു കാര്യം ഈ തലാമസിലേക്ക് വന്നു. തലാമസ് അത് എന്ത് ചെയ്യും? ബ്രെയിനിന്റെ ഏത് ഭാഗത്തേക്ക് പോയാലാണ് അത് നമുക്ക് മനസ്സിലാവുക. അതാണ് ഒരു റിലേ സ്റ്റേഷൻ. നമ്മളൊരു യൂണിവേഴ്സിറ്റിയിൽ പോയി ഒരു ഗേറ്റ് കീപ്പറോട് ചോദിക്കുന്ന അതേപോലെ നമുക്ക് ഏത് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഭാഗത്തേക്ക് പോയാലാണ് അവിടെ വെച്ച് നമുക്ക് ഇത് ഡീകോഡ് ചെയ്യാൻ പറ്റുകയെന്ന് മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് തലാമസ്. അപ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ആക്ട് ആസ് എ റിലേ സ്റ്റേഷൻ. അതിന്റെ ഫംഗ്ഷൻ നമ്മൾ എഴുതുകയാണെങ്കിൽ ദാറ്റ് ആക്ട് ആസ് എ റിലേ സ്റ്റേഷൻ ഓഫ് ഇമ്പൾസ്. ഇതാണ് തലാമസിന്റെ ധർമ്മം. ഇതെവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ സെറിബ്രത്തിന് തൊട്ട് താഴെയായിട്ട്, സെറിബ്രത്തിന് ബിലോ ആയിട്ടാണ് നമ്മുടെ തലാമസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത ഭാഗമാണ് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസിന്റെ ലൊക്കേഷൻ നമ്മൾ പറയുകയാണെങ്കിൽ എവിടെയാണ്? നമ്മുടെ തലാമസിന് തൊട്ട് താഴെയായിട്ടാണ് ഈ ഹൈപ്പോതലാമസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഹൈപ്പോതലാമസ് എന്ന് പറയുന്നതിന്റെ ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ ചിന്തിച്ചാൽ ദാറ്റ് ഈസ് ഹോമിയോസ്റ്റാസിസ് ഓഫ് അവർ ബോഡി. ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ശരീരം, നേരത്തെ നമ്മൾ ഇക്വിലിബ്രിയം ഓഫ് അവർ ബോഡി പറഞ്ഞത് ഏതായിരുന്നു? സെറിബെല്ലം ആയിരുന്നു. പക്ഷെ ഹോമിയോസ്റ്റാസിസും ഇക്വിലിബ്രിയം സംതിങ് ഡിഫറെന്റ് ആണ്. അതായത് ഇപ്പൊ നമുക്കൊരു വിശപ്പ് വരികയാണ്, നമുക്കൊരു വിശപ്പ് തോന്നുന്നു എന്നുള്ളൊരു ഫീലിങ്സ്, അല്ലെങ്കിൽ ഒരു ദാഹിക്കുന്നു എന്നുള്ളൊരു ഫീലിങ്സ്, അല്ലെങ്കിൽ നമുക്ക് മതി, നമ്മൾ ഭക്ഷണം കഴിച്ചത് മതി, അതായത് എല്ലാം നമുക്ക് ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ഒരു ഇക്വിലിബ്രിയം ഓഫ് കണ്ടീഷൻ ഓഫ് അവർ ബോഡി എന്ന് പറയുന്നതിന്റെ ഇൻസൈഡ് ഓഫ് അവർ ബോഡിയിലുള്ള ഒരു മെയിൻറ്റെയിനൻസ് സഹായിക്കുന്നതാണ് ഈ നമ്മുടെ ഏത് ഭാഗം? നമ്മുടെ ഈ ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന ഭാഗം. വിശപ്പ് തോന്നിക്കഴിഞ്ഞാൽ അത് മതി, നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇത് ഇത്ര മതി, അല്ലെങ്കിൽ വിശപ്പ് തോന്നിക്കുന്നു എന്നുള്ള ഫീലിംഗ്, അങ്ങനെയുള്ള ഒരു മെയിൻ്റെനൻസിന് സഹായിക്കുന്ന ഭാഗമാണ് ഹൈപ്പോതലാമസ്. ഈ ഹൈപ്പോതലാമസ് ഇസ് എ ലിങ്ക് ബിറ്റ്വീൻ ദ നെർവസ് സിസ്റ്റവും എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെയും കൂടി തമ്മിലുള്ള ഒരു മിക്സിംഗ് ആണ് യഥാർത്ഥത്തിൽ ഈ ഹൈപ്പോതലാമസ് ചെയ്യുന്നത്. കാരണം എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് ഹോർമോണുകളെ റിലീസ് ചെയ്യുന്ന സെന്റർ ആണ്. ഹൈപ്പോതലാമസ് ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്? ഹോർമോണുകളെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ സഹായത്തോടു കൂടി സെക്രേറ്റ് ചെയ്യുന്നുണ്ട്. ഈ സഹായിക്കുന്നതിലൂടെയാണ് നമ്മുടെ ഗ്രോത്ത് ഹോർമോൺസ്, ഓക്സിറ്റോസിൻ, ആന്റി ഡയബറ്റിക് ഹോർമോൺ തുടങ്ങിയുള്ള ഒരുപാട് ഹോർമോണുകളുണ്ട്. ഈ ഹോർമോണുകളുടെ എല്ലാം പ്രവർത്തനം എന്ന് പറയുന്നത് ശരീരത്തിന്റെ ഈ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതിന് സഹായിക്കുന്ന നമ്മുടെ ബ്രെയിനിലെ പാർട്ടാണ് ഹൈപ്പോതലാമസ്. ദാറ്റ് മെയിൻറ്റെയിൻ homeostasis of our body. നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള ഒരു സന്തുലിതാവസ്ഥയെ മെയിൻറ്റെയിൻ സഹായിക്കുന്ന ഭാഗമാണ് ഈ ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. Then its last part is called medulla oblongata. The last part is called medulla oblongata. മെഡുല ഒബ്ലാങ്കേറ്റ എന്ന് പറയുന്നതാണ് ഏറ്റവും താഴത്തെ, അതായത് ബ്രെയിനിനെ സ്പൈനൽ കോഡുമായി ബന്ധിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഈ മെഡുല ഒബ്ലാങ്കേറ്റ. മെഡുല ഒബ്ലാങ്കേറ്റയുടെ പൊസിഷൻ എവിടെയായിട്ടാണ് വരിക? അതായത് സെറിബ്രത്തിന് താഴെയായിട്ടും നിയർ ടു ദ സെറിബലത്തിനോട് ചേർന്നുമായിട്ടാണ് ഈ മെഡുല ഒബ്ലാങ്കേറ്റ കാണപ്പെടുന്നത്. ഇതിന്റെ ഷേപ്പ് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു റോഡ് ഷേപ്ഡ് സ്ട്രക്ചർ ആണ് ഈ മെഡുല ഒബ്ലാങ്കേറ്റ. ഇത് ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. കാരണം നമ്മുടെ ശരീരത്തിലുള്ള ഇൻവോളണ്ടറി ആക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ആക്ഷനുകളെയാണ് ഇൻവോളണ്ടറി ആക്ഷൻസ് എന്ന് പറയാം. അപ്പോൾ ഒരു വോളണ്ടറി ആക്ഷനോട് ഇൻവോളണ്ടറി ആക്ഷൻ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഇവിടുന്ന് തൃശ്ശൂർ വരെ പോകണമെന്നുണ്ടെങ്കിൽ എന്താണ്, എൻ്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച് ഞാൻ ബസ് കയറിയിട്ടോ അല്ലാണ്ടോ അല്ലെങ്കിൽ കാർ എടുത്തിട്ടോ എങ്ങനെ വേണമെങ്കിലും എനിക്ക് അവിടെ എത്തിപ്പെടാനായിട്ട് പറ്റും. അല്ലെങ്കിൽ എനിക്ക് ഇവിടെ നടക്കണം എന്ന് തോന്നിയാൽ എനിക്ക് ചെയ്യാനായിട്ട് പറ്റും. അതേസമയം ഇൻവോളണ്ടറി ആക്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ഹാർട്ട് ബീറ്റ്, അത് നമുക്ക് ഒരിക്കലും നിയന്ത്രിക്കാനായിട്ട് പറ്റില്ല. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഡൈജഷൻ, നമ്മളൊരു ഭക്ഷണം കഴിച്ചു, അത് ആദ്യത്തെ കുറച്ച് ഭക്ഷണം ഇപ്പോൾ ദഹിക്കട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ദഹിക്കട്ടെ, അങ്ങനെ നമുക്ക് ഒരിക്കലും
ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഇതൊക്കെ ഇൻവോളണ്ടറി ആണ്. നമ്മൾ ഭക്ഷണം ഇറക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്രോസസ്സുകളെല്ലാം തന്നെ എന്താണ് ഇൻവോളണ്ടറി ആണ്. നമുക്കൊന്നും നിയന്ത്രിക്കാനായിട്ട് പറ്റില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന നമ്മുടെ ബ്രെയിനിലെ ഭാഗത്തിന് പറയുന്ന പേരാണ് മെഡുല ഒബ്ലാങ്കേറ്റ. നമ്മുടെ തലച്ചോറിന്റെ തന്നെ ഒരു കുഴി പോലെയുള്ള ഭാഗത്ത് പുറകിലായിട്ട് കാണപ്പെടുന്നതാണ് മെഡുല ഒബ്ലാങ്കേറ്റ. അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ തലയുടെ പുറകിൽ നല്ല രീതിയിൽ ഒരു അടി കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇൻവോളണ്ടറി ആക്ഷൻ ആയിട്ടുള്ള ഹാർട്ട് ബീറ്റ്, റെസ്പിറേഷൻ അല്ലെങ്കിൽ ഡൈജഷൻ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ ദോഷകരമായി ബാധിക്കും. അപ്പോൾ ഈ മെഡുല ഒബ്ലാങ്കേറ്റയുടെ ഫംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ദാറ്റ് ഈസ് ഹെൽപ്പിംഗ് ഫോർ ദ ഇൻവോളണ്ടറി ഫങ്ഷൻസ് ഓഫ് അവർ ബോഡിയെ സഹായിക്കുന്നതാണ് ഈ മെഡുല ഒബ്ലാങ്കേറ്റ. പ്രധാനപ്പെട്ട ഏതാണ് ഇൻവോളണ്ടറി ആക്ഷൻസ് സച്ച് ആസ് ഹാർട്ട് റേറ്റ്, ഹാർട്ട് ബീറ്റിംഗ് ഒക്കെ പറയാം, ഹാർട്ട് ബീറ്റ്, അതുപോലെ തന്നെ റെസ്പിറേഷൻ, അതുപോലെയുള്ള ഡൈജഷൻ തുടങ്ങിയ ഇൻവോളണ്ടറി ഫംഗ്ഷനുകളെല്ലാം സഹായിക്കുന്ന ബ്രെയിനിന്റെ ഭാഗമാണ് ഈ മെഡുല ഒബ്ലാങ്കേറ്റ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതാണ് പ്രധാനപ്പെട്ട ഇതിന്റെ ഡിഫറെന്റ് പാർട്സ്. ഇനി ബ്രെയിനിനെ കുറിച്ച് ചെറിയൊരു എക്സ്ട്രാ കാര്യങ്ങൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്രെയിൻ എന്ന് പറയുന്നത് 2 പാർട്ടായിട്ടാണ് ഇരിക്കുക. ദാറ്റ് ഈസ് കോൾഡ് ലെഫ്റ്റ് ഭാഗമുണ്ട്, ഒരു റൈറ്റ് ഭാഗമുണ്ട്. അതിന് നമ്മൾ ലെഫ്റ്റ് ഭാഗം, കാരണം ഒരു വൃത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പകുതിയാക്കുന്നത് പോലെ 2 ഭാഗം ഇങ്ങനെ കൂടി ചേർന്നിട്ടാണ് ബ്രെയിൻ ഇരിക്കുക. അതിൽ ലെഫ്റ്റ് ഭാഗത്തിന് നമ്മൾ പറയുന്നത് ലെഫ്റ്റ് ഹെമിസ്ഫിയർ എന്നും റൈറ്റ് ഭാഗത്തിന് എന്താ പറയുക റൈറ്റ് ഹെമിസ്ഫിയർ എന്ന് പറയുന്നു. ഈ 2 തലച്ചോറുകളെ തമ്മിൽ ബന്ധിപ്പിക്കാനായിട്ട് ഇതിന്റെ ഇടയിൽ ഒരു ഭാഗമുണ്ട്. അതിനെ വിളിക്കുന്ന ഒരു പേരാണ് കോർപ്പസ് കലോസം. അതൊന്നും ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ല, എങ്കിലും ഞാൻ അതൊരു അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് പറയുകയാണ്. 2 ബ്രെയിനുകളെ ചേർത്ത് നിർത്തുന്ന ഒരു ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് കോർപ്പസ് കലോസം. ഇതുള്ളത് കൊണ്ടാണ് നമ്മുടെ ബ്രെയിൻ കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഭാഗങ്ങൾ ഏതൊക്കെയായിരുന്നു? ബ്രെയിൻ ആയിരുന്നു. ബ്രെയിനിന്റെ ഏറ്റവും പുറം ഭാഗത്തിന് പറയുന്ന അല്ലെങ്കിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഭാഗം സ്കള്ള്, അതിൻ്റെ ഉള്ളിൽ മെനിഞ്ചസ് കാണപ്പെടുന്നുണ്ട്. ഈ മെനിഞ്ചസിൽ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്, അതിന്റെ ഫംഗ്ഷൻസ് പറഞ്ഞു. പിന്നെ പ്രധാനപ്പെട്ട് പറഞ്ഞത് എന്തായിരുന്നു? ബ്രെയിനിന്റെ ഉള്ളിൽ പ്രധാനമായും 5 പാർട്ടുകൾ, ദാറ്റ് ഈസ് കോൾഡ് തലാമസ്, ഹൈപ്പോതലാമസ്, സെറിബ്രം, സെറിബെല്ലം ആൻഡ് മെഡുല ഒബ്ലാങ്കേറ്റ. ഇതിൽ തന്നെ ലാർജസ്റ്റ് പാർട്ടായിട്ട് വരുന്നത് സെറിബ്രം, സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഈസ് കോൾഡ് സെറിബെല്ലം. പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള മെമ്മറി ഇന്റലിജൻസിനൊക്കെ സഹായിക്കുന്ന ഭാഗമായിരുന്നു സെറിബ്രം. ഇക്വിലിബ്രിയം ഓഫ് അവർ ബോഡിക്ക് സഹായിക്കുന്ന ഭാഗമാണ് സെറിബെല്ലം. ദെൻ ഈസ് കോൾഡ് തലാമസ്. അതൊരു ആക്ട് ആസ് എ റിലേ സ്റ്റേഷൻ ഓഫ് ഇമ്പൾസ്. അതായത് ഏത് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഏത് പോയിന്റിലേക്കാണ് നമ്മുടെ ഇമ്പൾസിനെ എത്തിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നതാണ് നമ്മുടെ തലാമസ്. ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഭാഗം. മെഡുല ഒബ്ലാങ്കേറ്റ ഇൻവോളണ്ടറി ആക്ഷൻസ് ആയിട്ടുള്ള ഹാർട്ട് റേറ്റ് അല്ലെങ്കിൽ ബ്രീത്തിങ്, ഡൈജഷനായി സഹായിക്കുന്ന ഭാഗമാണ് മെഡുല ഒബ്ലാങ്കേറ്റ. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.